ഹായ് എല്ലാവർക്കും നന്ദസ് ടാങ്കി ട്യൂബിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മോരുകറി ഉണ്ടാക്കാം. അത് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടാകുന്ന പനിക്കൂർക്കയുടെ ഇല കൊണ്ടാണ്. പനിക്കൂർക്ക ഒരു ഔഷധ സസ്യമാണല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. കുട്ടികൾക്ക് പനിക്കും ജലദോഷത്തിനും ഒക്കെ സാധാരണ ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വലിയവർക്കും തൊണ്ടവേദനയ്ക്ക് ഇതിൻ്റെ ഇലയും ഉപ്പും കൂട്ടി തിന്നാൽ നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ടെറസിൽ നട്ടു വളർത്തിയിരിക്കുന്ന പനിക്കൂർക്ക. ഇത് അധികം ഇലയൊന്നും ഇല്ല കേട്ടോ, കുറച്ച് ഇലയേ ഉള്ളൂ. നാട്ടിൽ വെക്കേഷൻ ടൈമിൽ പോയി കഴിയുമ്പോൾ പിന്നെ ഇതിന് വെള്ളം ഒഴിക്കാൻ ആരും ഉണ്ടാവില്ല. ഏട്ടന് സമയം കിട്ടില്ല വെള്ളം ഒഴിക്കാനൊന്നും. അപ്പോൾ ഇതിങ്ങനെ ഉണങ്ങി മുരടിച്ചു പോകും. പിന്നെ ഞാൻ വന്നിട്ട് വീണ്ടും വെള്ളം ഒഴിക്കുമ്പോൾ പതുക്കെ തളിർത്ത് വരാറുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു 10 ഇല ഇതിൽ നിന്ന് എടുക്കാം. അത്ര ഇല മതി നമ്മുടെ മോരുകറി ഉണ്ടാക്കാൻ. ഒരു കത്രിക എടുത്ത് ഇങ്ങനെ മുറിച്ചെടുത്താൽ നന്നായിരിക്കും. ഞാൻ കത്രിക എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ട് പതുക്കെ വിരലിൽ നിന്ന് നുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പനിക്കൂർക്കയില മോര് കൂട്ടാൻ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ പനിക്കൂർക്കയുടെ ഇല ഒരു 10 എണ്ണമാണ് നമ്മൾ നുള്ളി എടുത്തുകൊണ്ട് വന്നിട്ടില്ലേ അത്. ഇത് കടുകും കറിവേപ്പിലയും 2-3 ഉണക്കമുളകാണ് കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഇനി 2 നുള്ളു ജീരകം ഉണ്ട്. ജീരകം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം എടുക്കാം കേട്ടോ. ഞാനിപ്പം നമുക്കതിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടാവില്ല, അതുകൊണ്ട് 2 നുള്ളു ജീരകം എടുത്തിട്ടുള്ളൂ. പിന്നെ കുരുമുളക് ഒരു 18 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതും എരിവ് അധികം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് കൂടി എടുക്കാം. ഞാനത് കുറച്ച് എടുത്തിട്ടുള്ളൂ, കുരുമുളക് മാത്രം. പിന്നെ നമ്മുടെ ഉപ്പ് ആവശ്യത്തിന് എടുക്കാം. പിന്നെ നെയ്യുണ്ട്. ഇനി തൈരാണ്. തൈര് അധികം പുളിയില്ലാത്ത തൈര് വേണം. ഞാനിപ്പോൾ ഒരു കപ്പ് തൈര് എടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ഒരു ഏകദേശം ഒരു 1/2 തൊട്ട് 1/4 കപ്പ് വരെ എടുക്കാം. നമുക്ക് ആദ്യം കുരുമുളകും ജീരകവും കൂടി ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജീരകവും കുരുമുളകും കൂടെ ഇട്ട് വറുത്തെടുക്കണം. ഒരുപാട് വറുത്തെടുക്കണ്ട, ഒരു 1-2 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി, ലോ ഫ്ലെയിമിലിട്ടിട്ട്. ഇപ്പോൾ ജീരകവും കുരുമുളകും ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ നെയ്യിൽ തന്നെ ഈ പനിക്കൂർക്ക ഇലയൊന്ന് വാട്ടിയെടുക്കണം. പെട്ടെന്നാവില്ല, ഒരു 5-6 മിനിറ്റ് നേരം ഇങ്ങനെ ഇളക്കിയെടുക്കണം. കണ്ടോ, അപ്പോൾ അതൊക്കെ ആയി വരുന്നുണ്ട്. ഇനി ഒരു കുറച്ച് നേരം കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ഇപ്പം കണ്ടോ, നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം. തേങ്ങ വറുത്തെടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. തേങ്ങ ഇനി നമ്മൾ അരച്ചതിന് ശേഷം തിളപ്പിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് ആ പച്ച ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി, ലോ ഫ്ലെയിമിൽ. തേങ്ങ ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം. അതിനു മുമ്പ് തൈരൊന്ന് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് വയ്ക്കാം. പച്ചവെള്ളം ചേർക്കേണ്ട, തിളപ്പിച്ചാറിയ വെള്ളം ചേർത്താൽ മതി. തേങ്ങ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. തേങ്ങയും ഇലയും അരയ്ക്കുന്നതിൻ്റെ കൂടെ നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ച കുരുമുളകും ജീരകവും കൂടെ ചേർത്തെടുക്കാം. തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ച തേങ്ങ നമ്മുടെ കലക്കി വെച്ചിരിക്കുന്ന മോരിലേക്ക് ചേർത്ത് കൊടുക്കാം. മോരിൽ ഞാൻ ആദ്യം ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഇതെല്ലാം കൂടെ നന്നായി ഇളക്കിയെടുക്കണം. ഇത് ശരിക്കും ഒരു കർണാടക റെസിപ്പിയാണ്. ഇതിൻ്റെ പേര് ഇവിടെ താമ്പുളി എന്നാണ്. അപ്പോൾ നമ്മുടെ താമ്പുളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കടുക് വറുത്തിട്ടാൽ മാത്രം മതി. ഉപ്പ് നോക്കി, ഉപ്പിൻ്റെ ഒരു ചെറിയ കുറവുണ്ട്, അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്ന് കടുക് വറുത്തിടണം. അതിനുവേണ്ടി നമ്മൾ നെയ്യ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം. ഇനി കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കണം. കടുക് വറുത്തത് ചേർക്കാറായിട്ടുണ്ട്. ഇനി അത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പനിക്കൂർക്കയില മോരുകറി റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ താമ്പുളി റെഡി ആയിട്ടുണ്ട്. പനിക്കൂർക്കയില ആയതുകൊണ്ട് നന്നായിട്ടുണ്ടാവുമോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടല്ലോ, പക്ഷേ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ നെയ്യിൽ വഴറ്റിയെടുക്കണതുകൊണ്ട് പനിക്കൂർക്കയിലയുടെ ആ
കുത്തൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.